എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രസ്റ്റീജ് ഇൻഡക്ഷൻ കുക്കറിൽ വരുന്ന ഈവൺ എറർ കോഡ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഇൻഡക്ഷൻ കുക്കർ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവും, അത് കഴിയുമ്പോൾ ഓഫായി പോകും. ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ട്രാൻസിസ്റ്റർ ചിലപ്പോൾ ഷോർട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാലുകൾ ചിലപ്പോൾ ലീക്കായിട്ടൊക്കെ വരാം. അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് കാണിക്കും. ഇങ്ങനെ ചൂടാകുക, കട്ടാകുക, അങ്ങനത്തെ ഒരു പ്രശ്നം കാണിക്കലുണ്ട്. ഇതിൽ കുറേ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ട്. 240, 200, 330, 800, അത് ഓരോ മോഡലിനനുസരിച്ച് ഓരോ രീതിയിലായിരിക്കും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകുക. ഈ ഹൈ വാല്യൂ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കാല് എന്തായാലും ബോർഡിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ് മാത്രം ഓപ്പണാണ്. നമ്മളിതിൽ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റിക്കഴിഞ്ഞപ്പോൾ, പുതിയ റെസിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. സെറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ശരിക്കും ഇത് ഈ പ്രസ്റ്റീജിൻ്റെ ഈ ഒരു മോഡലിൽ E0 ആണ് നോ പോർട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ വരേണ്ടത്. പക്ഷേ അതിന് പകരമായിട്ട് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് E1 ആണ് കാണിക്കുന്നത്. പക്ഷേ E1 എറർ കറക്റ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പാത്രം എടുക്കുന്നുണ്ട്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇതിൽ E0 ആണ് ശരിക്കും പറഞ്ഞാൽ പാത്രം വെക്കാനുള്ള എറർ കാണിക്കേണ്ടത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം. പുതിയൊരു ടോപ്പിക്കുമായിട്ട്, പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.